ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. മുരാരിയെന്നിങ്ങനെ 3 വണ്ണമുരച്ചുപോയി ഞാൻ ചരിതാർത്ഥനായി. അനന്തജന്മത്തിലെ എൻ്റെ ജോലിക്കിതിൽ കവിഞ്ഞിട്ടൊരു കൂലി വേണു. അജാമിളൻ പുത്രനെയോർത്ത നേരം സ്വഭൃത്യരെ കൃഷ്ണനയച്ചു നൽകി. ഞാൻ കൃഷ്ണനെ തന്നെ വിളിച്ചിടുമ്പോൾ ഒരാളുമെത്തുന്നതു കാൺമതില്ല. കാലന്റെ ആലാസു വരുന്ന നേരം കണ്ണന്റെ ഏലസ്സു കിലുങ്ങിടേണം. ഉലയ്ക്കമേലയ്ക്കു പതിച്ചിടുമ്പോൾ വിലക്കണം മോഹന വേണുനാളം. പ്രേമിച്ചു ഞാൻ വിദ്യയെ ആദ്യകാലം, കാമിച്ചു ഞാൻ കന്യയെ മറ്റൊരിക്കൽ. ഈ ജാതിലോകസ്പൃഹ വിട്ടുമേലാൽ കൃഷ്ണങ്കലാകട്ടെ എനിക്കു തൃഷ്ണ. പാർത്തട്ടിലോ മൽക്കഴൽ കൊണ്ടു ചന്തം വാർത്തുന്നതായി വല്ലൊരിടത്തുമെന്നും പാർത്തിടുവാനാഗ്രഹമുണ്ട്. തൃക്കൺ പാർത്തിടണേ വായുപുരേശനെന്നെ. അകന്നിരുന്നാലും എനിക്കു നെഞ്ചിനകത്തു വാതാലയനാഥപാദം. തികഞ്ഞ രാഗത്തോടുകൂടിയോർത്തു നുകർന്നു വാഴാനിടയായിടേണം. കൃഷ്ണങ്കൽ നിന്നൊന്നുമെനിക്കു വേണ്ട. കൃഷ്ണനു ഞാനെൻ വശമുള്ളതെല്ലാം നൽകാം. പരപ്രേമമതിൻ സ്വഭാവം മേടിച്ചിടാതെ കുക മാത്രമല്ലോ. അനന്യ സാധാരണ സൗഭഗശ്രീ കലർന്ന കൃഷ്ണന്റെ മനോഹരാംഗം മനസ്സനങ്ങാതെ നിനച്ചുകൊണ്ടു നുകർന്നിടാൻ ഭാഗ്യമെനിക്കു നൽകൂ. ഇഹത്തിലെല്ലാം ഒരുപാടു തോറ്റാൽ പരത്തിൽ വൈകുണ്ഠപദാംബുജത്തിൽ ജയിച്ചുവെന്നായിടുമർത്ഥമെങ്കിലെനിക്കു കേഴാനവകാശമില്ല. ഈ സമ്പ്രദായം ശരിയല്ലെനിക്കു വൈകിച്ചിടാതൊന്നുകിലോ വിമുക്തി, അല്ലെങ്കിൽ നിഷ്കാരണ ഭക്തി
രണ്ടാലൊന്നേ കണം വായുപുരാധിനാഥൻ. സേവിച്ചതിൻ ശമ്പളമായെനിക്കു ഭോഗങ്ങൾ തന്നാലതെനിക്കു വാങ്ങാൻ സാധിക്കയില്ലെന്നു പറഞ്ഞിടുമ്പോൾ അലൗകികം തോന്നരുതെന്നപേക്ഷ. മുജ്ജന്മമെന്നോ ഇനിയത്തെ ജന്മമെന്നോ ശ്രവിക്കുന്നതു ദുസ്സഹം മേ. ഇജന്മമെൻ കണ്ണന ദൃശ്യനെങ്കിലേതേതു ജന്മത്തിലും അപ്രകാരം ഒരാളെയും ഞാനിനി വിശ്വസിക്കില്ലിതേവരെ ചെയ്തതബദ്ധമായി. മുരാരിതൻ സ്നേഹമുറന്നിടുന്ന പാദാരവിന്ദങ്ങളെ വിശ്വസിക്കാം. ഉൾക്കാമ്പുകക്കും കനിവാർന്നു ലോകം കാക്കുന്ന ഭാവം കളരുന്ന തൻ്റെ തൃക്കണ്ണുകൊണ്ടൊന്നു കുളിർക്കയെന്നെ നോക്കുന്നതെന്നാണു മരുൾപുരീശൻ. ജന്മാന്തരത്തിൽ പല ജാതിയായി ഞാൻ എന്തൊക്കെയോ നന്മകൾ ചെയ്തിരിക്കാം. അല്ലെങ്കിൽ ഭക്തി സുരർക്കു പോലും ദുഷ്പ്രാപമാം വസ്തു ലഭിപ്പതാണോ. വാതാലയേശൻ കനിയുമ്പോൾ വാനോർ 30 കോടി കനിഞ്ഞിടുന്നു. മൂലം കുളിർത്താൽ മുടിയിൽ തളിർക്കും. വ്യാഴം തെളിഞ്ഞാൽ സകലം തെളിഞ്ഞു. നെഞ്ചേ നിനക്കിങ്ങനെ നാടുതോറുമോടാതെ വല്ലേടമിരുന്നുകൂടെ. ശാഖാമൃഗത്തിൻ സഖിയായ നിന്നെ രാമാനുജൻ മാടി വിളിച്ചിടുന്നു. കൊഴുത്ത കൃഷ്ണപ്രണയാശ്രുവിൻ്റെ ഒഴുക്കിൽ ഞാൻ കുത്തിയൊലിച്ചുപോയി. വഴിഞ്ഞൊരാനന്ദമഹാബ്ധിയിങ്കൽ തുഴഞ്ഞിതാതെത്തിടുമേതു നാളിൽ. നനഞ്ഞ കണ്ണിൽ പല ജാതിഭാവമലിഞ്ഞ നെഞ്ചിൽ പരമാനുരാഗം. കുഴഞ്ഞ മെയ്യിൽ പുളകാങ്കുരങ്ങൾ കനിഞ്ഞിതെല്ലാം ഭഗവാൻ തരേണം. മരിക്കുവാൻ ഞാൻ മുതിരുമ്പോഴേക്കുമരയ്ക്കുമഞ്ഞ തിരുവാട ചാർത്തി കരത്തിലോടക്കുഴലേന്തിയും കൊണ്ടൊരുണ്ണിയുണ്ടോടി വരുന്നു മുന്നിൽ. കനിഞ്ഞു കണ്ണീരധികം കിനഞ്ഞു നനഞ്ഞലിഞ്ഞുള്ള വിലോചനത്താൽ ഉഴിഞ്ഞു ചൈതന്യമിയറ്റി കൃഷ്ണൻ മെലിഞ്ഞൊരൻ മേനിയയാകമാനം. ശ്രീകൃഷ്ണ വിശ്വാസമതിൽ പിറന്നു തൽപ്രേമരാജ്യത്തിൽ വളർന്നൊടുക്കം. തൻ കേവലൈക്യത്തിൽ മരിക്കുവാനായുണ്ടാകണം ഭാഗ്യമെനിക്കു മേലാൽ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ പരിണാമഗുപ്തി എന്ന കവിതയിലെ ചില ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് ചൊല്ലിയത്. 132 ശ്ലോകം വരെ ഈ 6 ദിവസങ്ങളിലായി നമ്മൾ ചൊല്ലി. ബാക്കിയുള്ള ഭാഗം നമുക്ക് നാളെ അനുസ്മരിക്കാം. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണൻ തന്റെ ഹാസം നിറയുമനുപമ സുന്ദര ചുണ്ടിലെന്നും
രാഗത്തിൻ തേൻ ചുരത്തും മധുരമുരളിയെ ഞാനിതാ കൈതൊഴുന്നേൻ. സൗകര്യം കിട്ടുമെങ്കിൽ ഭവതി മുരളികെ ഒന്നു നീ ചൊല്ലിടേണം. ഞാനാകുന്നോരി ജന്മ പശുവിനുടെ കഥ നന്ദജൻ തൻ്റെ കാതിൽ. ഭാഗവത സൂര്യനായി ഭക്തന്മാരുടെ അജ്ഞാനാന്ധകാരത്തെ ഇല്ലാതെയാക്കുന്ന വിജ്ഞാനത്തിൻ്റെ വിരാട് സ്വരൂപമായ പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് 935 ദിവസം ദ്വാദശ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ 51-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. ഋഗ്വേദം, അഥർവവേദം, യജുർവേദം, സാമവേദം, ഋഗ് അഥർവ യജുസാംനാം, ഈ തരത്തിൽ വേദങ്ങളെ 4ആയി വേർതിരിച്ചു വേദവ്യാസൻ എന്ന് പറഞ്ഞാണ് 50-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ നിർത്തിയത്. താസാംസ ചതുരശിഷ്യാനുപാഹൂയ മഹാമതി ഏകൈകാം സംഹിതാം ബ്രഹ്മൻ ഏകൈകസ്മൈ ദദൗ വിഭു. വിഭുവായിരിക്കുന്ന ആ ഭഗവാനായിരിക്കുന്ന വേദവ്യാസൻ ചതുരഹാ ശിഷ്യാൻ 4 ശിഷ്യന്മാരെ ഉപാഹൂയ ഉപാഹ്വാനം ചെയ്തിട്ട് ഏകൈകസ്മൈ ഓരോരുത്തർക്കായി താസാം ആ സംഖ്യകളുടെ മധ്യത്തിൽ ഏകൈകാം ദദൗ ഓരോന്നും ഓരോരുത്തർക്കായി നൽകിയെന്നാണ്. ദീർഘദർശിയായ, അതാണ് മഹാബുദ്ധിമാൻ എന്ന് പറഞ്ഞത്. അതിന് ആ വേദവ്യാസൻ 4 ശിഷ്യന്മാർക്ക് അടുത്ത് വിളിച്ചിട്ട് അവർക്ക് ഈ 4 വേദങ്ങളെ നൽകി എന്ന് പറയുന്നു. ആർക്കൊക്കെയാണ്, എന്തൊക്കെയാണ് കൊടുത്തത്? പൈലായ സംഹിതാമാദ്യാം ബഹ്യചാഖ്യാമുവാചഃ വൈശമ്പായന സംജ്ഞായ നിഗദാഖ്യം യജുർഗണം സാംനാം ജൈമിനയെ പ്രാഹ തഥാ ഛന്ദോഗ സംഹിതാം അഥർവാംഗിരസിം നാമ സ്വശിഷ്യായ സുമന്തവേ എന്ന് പറയുന്നു. 2 ശ്ലോകങ്ങൾ ഇങ്ങനെയാണ്. ബഹ്വചാഖ്യാം, ബഹ്വചം എന്ന പേരോടുകൂടിയ ആദ്യാം സംഹിതാം, ആദ്യ സംഹിതയെ ആർക്കു കൊടുത്തു? പൈലായ, പൈലന് കൊടുത്തു. പിന്നെ നിഗദാഖ്യം, നിഗദം എന്ന പേരോടുകൂടിയ യജുർഗണം, യജുസമൂഹത്തെ വൈശമ്പായന സംജ്ഞായ, വൈശമ്പായന എന്ന പേരോടുകൂടിയവനും ഉവാച ഉപദേശിച്ചു. ഇവിടെ പറയുകയാണ്, ഋക്കുകളുടെ സമുദായ സ്വരൂപമാണ് ബഹ്വചം എന്ന പേര്. 1-ാമത്തെ സംഹിത ഋഗ്വേദം. അതിനെ പൈലൻ എന്ന ആ ശിഷ്യനാണ് ഉപദേശിച്ചത്. ഏറ്റവും സംയോജിച്ച് ഉച്ചരിക്കേണ്ട ഭാഗം, അതുകൊണ്ട് നിഗദം എന്ന പേരാണ് യജുസ്സിനുള്ളത്. ഈ യജുസ്സിനെ വൈശമ്പായന് ഉപദേശിച്ചു. സാംനാം ജൈമിനയെ പ്രാഹ ഛന്ദോ തഥാ ഛന്ദോഗ സംഹിതാം. സാംനാം, സാമങ്ങളുടെ ഛന്ദോഗം എന്നറിയപ്പെടുന്ന സംഹിതയെ ജൈമിനയെ, ജൈമിനിക്കായിട്ട് നൽകി. അഥർവാംഗിരസിം നാമ സ്വശിഷ്യായ സുമന്തവേ. അഥർവാംഗിരസി എന്നു പേരുള്ള സംഹിതയെ, അഥർവവേദത്തെ സ്വശിഷ്യായ സുമന്തവേ, തന്റെ ശിഷ്യനായ സുമന്തുവിനായിക്കൊണ്ട് ഉപദേശിച്ചു. അപ്പൊ ഛന്ദോരൂപേണ ഗാനം ചെയ്യപ്പെടേണ്ടതാണ്. ഇതുകൊണ്ടാണ് സാമഗാനം, ഛന്ദോഗം എന്നറിയപ്പെടുന്ന സാമവേദ സംഹിത ജൈമിനിക്ക്, അഥർവാംഗിരസി എന്ന സംഹിത സുമന്തുവിന് ഉപദേശിച്ചു. അപ്പോ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, പൈലൻ, വൈശമ്പായനൻ, ജൈമിനി, സുമന്തു എന്നീ 4 പേർക്കായിട്ട് ഇവിടെ വേദവ്യാസൻ ഉപദേശിച്ചു. പൈല സ്വസംഹിതാമൂച ഇന്ദ്രപ്രമിതയേ മുനി ബാഷ്കളായ ച സോപ്യാഹ ശിഷ്യേഭ്യ സംഹിതാം സ്വകാം. പൈലഹ മുനി, പൈലമുനി, ഋഗ്വേദത്തെ സ്വീകരിച്ച പൈലൻ
സ്വസംഹിതാം തന്റെ സംഹിതയെ ഇന്ദ്രപ്രമിതയെ ബാഷ്കളായ ച ഇന്ദ്രപ്രമിതിക്കും ബാഷ്കളനും ഉപദേശിച്ചു. സ അപി സ്വകാം സംഹിതാം അവരും അവരവർക്ക് ലഭിച്ച സംഹിതയെ ശിഷ്യേഭ്യ ആഹ തന്റെ ശിഷ്യന്മാർക്ക് തങ്ങളുടെ ശിഷ്യന്മാർക്കായിട്ട് ഉപദേശിച്ചു. ഋഗ്വേദം അവിടെ പൈലനാണ് കൊടുത്തത്. ആ പൈലൻ എന്ത് ചെയ്തു? തന്റെ സംഹിതയെ രണ്ടായിട്ട് മാറ്റി. ഋഗ്വേദത്തെ ഇന്ദ്രപ്രമിതി അതേപോലെ തന്നെ ബാഷ്കളൻ എന്നു പേരുള്ള തന്റെ രണ്ട് ശിഷ്യന്മാര് അവർക്ക് ഈ ഋഗ്വേദത്തെ രണ്ടായി പകുത്തു നൽകി. ബാഷ്കളനും അതേപോലെ തന്നെ തന്റെ സംഹിതയെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു. ചതുർധാവ്യസ്യ ബോധ്യായ യാജ്ഞവൽക്യായ ഭാർഗവ പരാശരായാഗ്നിമിത്രേ ഇന്ദ്രപ്രമൃതിരാത്മവാൻ അധ്യാപയൽ സംഹിതാം സ്വാം മാണ്ഡൂകേയം ഋഷിം കവിം തസ്യ ശിഷ്യോ ദേവമിത്ര സൗഭര്യാദിഭ്യ ഊചിവാൻ. ഇവിടെ ബാഷ്കളൻ ആദ്യം ബാഷ്കളൻ എന്നു പേരിൽ രണ്ടുപേർക്ക് ഉപദേശിച്ചു എന്ന് അവിടെ സൂചിപ്പിച്ചു. അപ്പൊ ബാഷ്കളൻ തന്റെ സംഹിതയെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ബാഷ്കളൻ തന്റെ സംഹിതയെ നാലായിട്ട് വിഭജിച്ചു എന്നാണ്. ആർക്കൊക്കെയാ? ബോധ്യൻ, യാജ്ഞവൽക്യൻ, പരാശരൻ, അഗ്നിമിത്രൻ എന്നു പേരുള്ള 4 പേർക്ക് ഉപദേശിച്ചു. മറ്റൊരു പരാശരൻ ഹേ ശൗനക ബുദ്ധിമാനായ ഇന്ദ്രപ്രമിതിയും അവിടെ അദ്ദേഹവും അതെ എന്തു ചെയ്തു? തന്റെ സംഹിതയെ അതിസൂക്ഷ്മമായ ദർശനത്തിലൂടെ എന്തു ചെയ്തു? സമർത്ഥമായ ബുദ്ധിയോടുകൂടിയ തന്റെ പുത്രനായ മാണ്ഡൂകേയൻ എന്നു പേരുള്ള ഋഷിയെ അഭ്യസിപ്പിച്ചു. ഈ മാണ്ഡൂകേയനോ തന്റെ ശിഷ്യനായ ദേവമിത്രൻ, സൗഭരി തുടങ്ങിയവർക്ക് ആ ഭാഗത്തെ പകർന്നു കൊടുത്തു. ശാകല്യസ്തൽസുതസ്വാം തു പഞ്ചധാവ്യസ്യ സംഹിതാം വാത്സ്യമുദ്ഗലശാലീയ ഗോഖല്യ ശിശിരേഷ്വധാൽ. എന്നിട്ടോ മാണ്ഡൂകേയന്റെ പുത്രനാണ് ശാകല്യൻ. ആ ശാകല്യന് ഉപദേശിച്ചു എന്ന് നമ്മൾ നേരത്തെ കേട്ടു. ആ ശാകല്യൻ തന്റെ സംഹിതയെ 5ആയി വിഭജിച്ചു. എന്നിട്ടോ 5 പേർക്ക് കൊടുത്തു. വാത്സ്യൻ, മുദ്ഗലൻ, ശാലീയൻ, ഗോഖല്യൻ അതേപോലെ ശിശിരൻ എന്നീ 5 പേർക്ക് ഈ സംഹിതയെ വിഭജിച്ച് നൽകി. ജാതുകർണ്യശ്ച തച്ഛിഷ്യ സനിരുക്താം സ്വസംഹിതാം ബലാകപൈജവൈതാള വിരജേഭ്യോ ദദൗ മുനീം. തച്ഛിഷ്യ അവന്റെ ശിഷ്യനായ ജാതുകർണ്യ മുനി, ശാകല്യന്റെ ശിഷ്യനാണ് ജാതുകർണ്യൻ എന്ന മുനി. അദ്ദേഹം തനിക്ക് കിട്ടിയ സംഹിതയെ സ്വസംഹിതാം സനിരുക്താം നിരുക്തത്തോടുകൂടി വിഭജിച്ചിട്ട് സനിരുക്താം ബലാക പൈജവൈതാള വിരജേഭ്യ ബലാകൻ, പൈജൻ, വൈതാളൻ, വിരജൻ എന്നിവർക്ക് 4 പേർക്കായിട്ട് ദദൗ ദാനം ചെയ്തു അല്ലെങ്കിൽ നൽകി. ജാതുകർണ്യൻ എന്ന മുനി തന്റെ സംഹിതയെ 3ആയിട്ട് വിഭജിച്ചു. പിന്നെ വൈദിക പദാർത്ഥ വ്യാഖ്യാനം എന്ന രീതിയിൽ നിരുക്തം എന്നു പേരുള്ള ഒരു പ്രത്യേക വിഭാഗത്തെയും ചെയ്തിട്ട് അതിനെ ഈ ബലാകൻ, പൈജൻ, വൈതാളൻ, വിരജൻ എന്നീ 4 ശിഷ്യന്മാർക്കായി നൽകി. അവരെയും പഠിപ്പിച്ചു. ബാഷ്കളി പ്രതിശാഖാഭ്യോ ബാലഖില്യാഖ്യ സംഹിതാം ചക്രേ ബാലായ നിർഭജ്യ കാസാരശ്ചൈവ താം ദധു. ഇവിടെ ബാഷ്കളി, ബാഷ്കളപുത്രൻ, അതുകൊണ്ട് ബാഷ്കളി. പ്രതിശാഖാഭ്യ എല്ലാ ശാഖകളിൽ നിന്നും ബാലഖില്യാഖ്യ സംഹിതാം ബാലഖില്യ എന്നു പേരുള്ള സംഹിതയെ ചക്രേ ഉണ്ടാക്കി. താം അതിനെ ബാലായനി ഭജ്യ കാസാരഹാച ബാലായനി, ഭജ്യൻ, കാസാരൻ എന്നിവർ ധരിച്ചു അല്ലെങ്കിൽ അവർക്ക്
പകർന്നു കൊടുത്തു എന്ന് പറയുന്നു. ഭാഷ്കളപുത്രൻ എല്ലാ ശാഖകളിൽ നിന്നും സമുദ്ധരിച്ചിട്ട് ബാലഖില്യ എന്ന ഒരു സംഹിത ഉണ്ടാക്കി. എന്നിട്ടോ അതിനെ ഇവിടെ ബാലായനി, ഭജ്യൻ, കാസാരൻ എന്നിവരെ പഠിപ്പിച്ചു. ബഹ്വച സംഹിതാഹ്യേത ഏഭിർ ബ്രഹ്മർഷിഭിർധൃത ശ്രുത്വൈതച്ഛന്ദസാം വ്യാസം സർവപാപൈ പ്രമുച്യത്തെ. ഇവിടെ ഒരു ഫലശ്രുതി കൂടി പറഞ്ഞു. ബഹ്വച ബഹുക്കളായ ഋക്കുകളോടുകൂടിയ ഏതാ സംഹിത, ഈ സംഹിതകൾ, ഏഭി ബ്രഹ്മർഷിഭി, ഈ ബ്രഹ്മർഷികളാൽ ധരിക്കപ്പെട്ടു. ഏതത് ഛന്ദസാം വ്യാസം, ഈ ഛന്ദസ്സുകളുടെ വിഭാഗത്തെ, ശ്രുത്വ ശ്രവിച്ചിട്ട്, സർവപാപൈ പ്രമുച്യത്തെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നു, പ്രകർഷേണ മോചിക്കപ്പെടുന്നു, പ്രമുച്യത്തെ. അപ്പൊ ഋഗ്വേദ ശാഖാവിഭാഗം ഉപസംഹരിക്കുകയാണ് ഇവിടെ. അതിന്റെ ശ്രവണഫലം എല്ലാ പാപങ്ങളെയും തീർക്കുന്നതാണ്. അനവധി മന്ത്രങ്ങൾ അടങ്ങിയതായിട്ടുള്ള ഈ സംഹിത ബ്രഹ്മർഷിമാര് വേണ്ട പോലെ പഠിച്ചു, ഹൃദയത്തിൽ ഉറപ്പിച്ചു. അതിനെ അല്ലെ, വാക്കുകൾ മുഖത്തിൽ നിന്ന് മുഖത്തിലേക്ക്, ആ ഓരോ കർണത്തിൽ നിന്നും കർണത്തിലേക്ക് കടന്നു പോവുകയാണ്. അപ്പൊ ഇങ്ങനെ ആ ഛന്ദസ്സുകളുടെ വിഭാഗത്തെ ആസ്തിക്യ ബുദ്ധിയോടുകൂടി, ശ്രദ്ധയോടും ഭക്തിയോടും കൂടി കേൾക്കുന്ന ആളുകളും ഈ പാപങ്ങളിൽ നിന്ന് മോചിതരായിട്ട് തീരും എന്ന ഫലശ്രുതി പറഞ്ഞുകൊണ്ടാണ് 60-ാമത്തെ ശ്ലോകം അവിടെ ഉപസംഹരിക്കുന്നത്. 61-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി, സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു.
ഞങ്ങൾ ആരതിയൊഴിയുന്നു, കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ
ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.